നമസ്കാരം. പെൻഡാഡ് പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റിയും സെൻസെക്സും പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഈ വീക്ക്ലി 1.5% ഗെയിനാണ് ഇൻഡെക്സസുകൾക്ക് ഉണ്ടായിരിക്കുന്നത്. നിഫ്റ്റി ഇന്ന് 124 പോയിന്റ് നേട്ടത്തോടു കൂടി 25,709 എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 484 പോയിന്റിൻ്റെ നേട്ടത്തോടു കൂടി 83,952 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി 290 പോയിന്റിൻ്റെ നേട്ടമാണ് സ്വന്തമാക്കിയത്. ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ദീപാവലിയോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഒരു റാലി തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇൻഡെക്സ് ഹെവി വെയ്റ്റുകളിൽ FIIസിൻ്റെ ബൈയിങ് കാര്യമായി വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി FIIs നെറ്റ് ബയേഴ്സായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഇൻഡെക്സസുകളിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാകാതെ നഷ്ടത്തിലാണ് അവസാനിച്ചത്. സെക്ടർ സ്പെസിഫിക് നോക്കുകയാണെങ്കിൽ FMCG, ഫാർമ, ഹെൽത്ത് കെയർ, കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നിവയാണ് നേട്ടം സ്വന്തമാക്കിയത്. എന്നാൽ IT, മീഡിയ, മെറ്റൽ എന്നിവയെല്ലാം നഷ്ടത്തിൽ തന്നെ അവസാനിച്ചു. മറ്റ് ഏഷ്യൻ ഇൻഡെക്സസുകൾ അപേക്ഷിച്ച് ഇന്ന് നിഫ്റ്റി ഔട്ട് പെർഫോം ചെയ്തു എന്ന് തന്നെ പറയാവുന്നതാണ്. മറ്റ് ഏഷ്യൻ ഇൻഡെക്സസുകളെല്ലാം തന്നെ US ചൈന ട്രേഡ് വാറിൻ്റെ കൺസേൺസ് എല്ലാം ബന്ധപ്പെട്ട് നെഗറ്റീവ് സോണിൽ തന്നെയാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള മാക്രോ എക്കണോമിക് ഡാറ്റാസ് പുറത്തു വരുന്നതും അതോടൊപ്പം തന്നെ നല്ല റിസൾട്ടുകൾ വരുന്നതെല്ലാം തന്നെ ഇൻഡെക്സസിന് ബൂസ്റ്റ് നൽകുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിട്ട് US ഇന്ത്യ ട്രേഡ് ഡീലുകൾ ഉടനെ ഉണ്ടാകുമെന്നൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് തന്നെ മാർക്കറ്റിനുണ്ട്. അതോടൊപ്പം തന്നെ ഡോളറിൻ്റെ വീക്ക്നെസ് മാർക്കറ്റിനെ സഹായിക്കുന്നുണ്ട്. ഒപ്പം ക്രൂഡ് ഓയിൽ പ്രൈസസിൻ്റെ വിലയിലുണ്ടാകുന്ന കറക്ഷനും ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. അപ്പോൾ ഒരു ഹെൽത്തി മാക്രോ എക്കണോമിക് ഔട്ട്ലുക്കിലും അതോടൊപ്പം തന്നെ വരുന്ന റിസൾട്ട് Q2 എസ്റ്റിമേറ്റ്സും അതോടൊപ്പം തന്നെ വരുന്ന റിസൾട്ടുകളെല്ലാം തന്നെ ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ഓർ ബെറ്റർ ദാൻ ദി എക്സ്പെക്റ്റേഷൻ എന്ന നിലയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ മാർക്കറ്റിന് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഇന്ന് പുറത്തു വന്ന ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെയും JSW സ്റ്റീലിൻ്റെയും എല്ലാം റിസൾട്ടുകളെല്ലാം തന്നെ മാർക്കറ്റിന് പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് തന്നെയാണ് നൽകിയത്. അടുത്ത ദിവസം റിലയൻസിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. റിസൾട്ട് എക്സ്പെക്റ്റേഷനും പോസിറ്റീവാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബൈങ്ങുകളും മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ദിവാലിയോട് അനുബന്ധിച്ച് തന്നെ നമുക്ക് മാർക്കറ്റിലൊരു റാലിയുണ്ട്. ഇനി തുടർന്നും ആ റാലി തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.